അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനമാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്നും ഇപ്പോൾ ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഓക്ലാൻഡ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ നേരിട്ടെത്തി. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ന്യൂസിലാൻഡ് സന്ദർശനം ഏറെ നിർണായകമായി മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തായാലും 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നത്. എത്രത്തോളം ശ്രദ്ധേയമാണ്, എത്രത്തോളം പ്രധാനമാണ് ഈ ഒരു സന്ദർശനം? വിഷ്ണു, തീർച്ചയായും വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്ത്യ ന്യൂസിലാൻഡ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നൊരു സാഹചര്യമുണ്ട്. വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. ഇനി ന്യൂസിലാൻഡിലെയും അതുപോലെ തന്നെ ന്യൂസിലാൻഡിലെയും ഭാരതത്തിലെയും പാർലമെൻറ്റുകൾ അംഗീകരിക്കുമ്പോഴാണ് ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുക. അത്തരത്തിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്ന ആ നിമിഷം മുതൽ 57% ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നികുതി വിമുക്തമായി ഭാരതത്തിലേക്ക് കയറ്റുമതി ചെയ്യാമെന്നൊരു നിലപാട് ഇന്നലെ തന്നെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ ക്രിസ്റ്റഫർ ലക്സൺ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആ സമൂഹ മാധ്യമ പോസ്റ്റും അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധിയായ ധാരണകളുടെ ഒരു സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡ് സന്ദർശനം, അതായത് ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന രാഷ്ട്രമായ ന്യൂസിലാൻഡിൽ എത്തിയതിന് ശേഷം നടക്കാനിരിക്കുന്നത് എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ വ്യാപാര ധാരണ തന്നെയാണെങ്കിലും മറ്റു നിരവധിയായ ധാരണകളുടെ സാധ്യതകളും തുറക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ക്ലീൻ എനർജിയുടെ ലോകത്തും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ നിലപാടുകളുടെ ഭാഗത്തും കൃത്യമായൊരു പിന്തുണ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു എന്നതാണ്. അത് നൽകുന്നൊരു സന്ദേശമുണ്ട്, കൃത്യമായൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഈ അതിഥി, അതായത് തങ്ങളുടെ രാജ്യത്ത് വരുന്ന അതിഥി എത്ര കണ്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ട അതിഥിയാണ് എന്ന് കൃത്യമായി പറയുന്നൊരു നിലപാടാണ്. അത്തരത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ ലഭിച്ച ഈ സ്വീകരണം ഇനി വരാനിരിക്കുന്ന ചർച്ചകളുടെ കൂടി മുന്നോടിയായ ഒരു സിഗ്നൽ തന്നെയായി നമുക്ക്, അല്ലെങ്കിൽ സൂചന തന്നെയായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ വിശാലമായ ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 3 രാഷ്ട്രങ്ങൾ സന്ദർശിച്ചപ്പോഴും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ആ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് ഒരു പരിപാടിയും നാളെ നടക്കും. നാളെയായിരിക്കും പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക്, ഈ സന്ദർശനം അവസാനിപ്പിച്ച് ഭാരതത്തിലേക്ക് തിരിക്കുക. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.